ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു അയൽരാജ്യമാണ് മാലദ്വീപ്. മാലദ്വീപിൻ്റെ ചൈനയുമായുള്ള അടുത്ത ബന്ധവും ചൈനീസ് നാവികസേനയ്ക്ക് മാലദ്വീപിൽ ഫെസിലിറ്റികൾ ഉണ്ടാക്കാനുള്ള അനുവാദം കൊടുത്തതും ഇന്ത്യക്ക് വൻ ഭീഷണിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ചൈനയ്ക്ക് ആക്രമിക്കുവാൻ മാലദ്വീപിനെ ഒരു ബേസാക്കി എടുക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും. മാലദ്വീപ് വളരെ ചെറിയ ഒരു രാജ്യമാണെങ്കിലും വൻ ശക്തികളെ ഭയപ്പെടുന്ന ഒരു ചരിത്രം അവർക്കില്ല. ഇന്ത്യയെയും ചൈനയെയും പരസ്പരം മാറി മാറി സപ്പോർട്ട് ചെയ്ത് ഇരു രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു പാരമ്പര്യമാണ് എപ്പോഴും മാലദ്വീപിനുണ്ടായിരുന്നത്. ഇന്ത്യയുമായി കൂടുതൽ അടുക്കും എന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് കാശ് വാങ്ങിക്കുകയും ആ കാശ് തിരിച്ചടക്കാൻ കഴിവില്ലാത്തപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന തരം താഴ്ന്ന വിദേശ നയമാണ് എപ്പോഴും മാലദ്വീപ് അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. ചൈനയുടെ കടം അടച്ചു തീർക്കാൻ വേണ്ടി $1.4 ബില്യൺ അമേരിക്കൻ ഇന്ത്യ മാലദ്വീപിന് ധനസഹായം കൊടുക്കുകയുണ്ടായി. അതിന് കാരണം ചൈന മാലദ്വീപിൽ സ്ഥാനമുറപ്പിച്ചാൽ ഇന്ത്യക്കുണ്ടാവുന്ന നഷ്ടം അതിനേക്കാൾ കൂടുതൽ ആയതുകൊണ്ടാണ്. പണ്ട് ജർമ്മൻകാരനായ ഒരു ടൂറിസ്റ്റ് തൻ്റെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു ടൂറിസ്റ്റിനെ മാലദ്വീപിൽ വെച്ച് കൊലപ്പെടുത്തുകയും മാലദ്വീപിലെ കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ജർമ്മനിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പഠിച്ച പണി മുഴുവൻ നോക്കിയിട്ടും ഈ ജർമ്മൻകാരനെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. ഇന്ത്യ ഖത്തറിനെ ഭീഷണിപ്പെടുത്തി നാവികരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് നമുക്കറിയാം. എന്നാൽ ഖത്തറിനെ പോലെ മാലദ്വീപിനെ എളുപ്പത്തിൽ ഭീഷണിപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം മാലദ്വീപിൽ ജനാധിപത്യ സംവിധാനം ഉള്ളതുകൊണ്ട് സുതാര്യമായ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ഖത്തറിനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും സൗദി അറേബ്യയും ഇന്ത്യക്ക് വരച്ച വരയിൽ നിർത്താൻ കഴിയുന്നതിന് കാരണം അവിടങ്ങളിലുള്ള ഏകാധിപതികൾ അഴിമതിക്കാരും അവരെ പിൻവാതിലിൽ കൂടി സ്വാധീനിക്കാൻ എളുപ്പവുമായതുകൊണ്ടാണ്. എന്നാൽ മാലദ്വീപ് ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യ ചെറിയ തോതിൽ ഇടപെട്ടാൽ പോലും വമ്പിച്ച കോലാഹലമുണ്ടാക്കുകയും ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്യും. ഇന്ന് മാത്രമല്ല, അടുത്ത കാലത്തായി ഇന്ത്യ ഒരു വൻശക്തിയായി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യങ്ങളെ ഇന്ത്യക്കെതിരായി ഉപയോഗപ്പെടുത്തുവാൻ അമേരിക്ക പോലും താല്പര്യം കാണിക്കുവാൻ സാധ്യതയുണ്ട്. മാലദ്വീപിനെ സ്വാധീനിക്കാൻ ഫ്രാൻസ് പോലും ശ്രമിച്ചത് വിജയം കണ്ടിട്ടില്ല. ഇന്തോനേഷ്യൻ കമ്മീഷൻ എന്ന പേരിൽ ഒരു ബഹുരാഷ്ട്ര സംഘടന ഉണ്ടാക്കിയ ഫ്രാൻസ് ഈ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാലദ്വീപ് അതിൽ ചേരാൻ തയ്യാറായില്ല. കാരണം ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ അഥവാ സാർക്ക് എന്ന സംഘടനയിൽ മാലദ്വീപിന് അംഗത്വമുള്ളതുകൊണ്ട് ഫ്രാൻസിന്റെ ഈ കടന്നുകയറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാവില്ല എന്ന് അവർക്ക് തോന്നി. 5 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിലുള്ള കോമൺവെൽത്ത് സംഘടനയിൽ ചേരുവാൻ തയ്യാറായില്ല. 17 വർഷം കഴിഞ്ഞിട്ടാണ് അവർ കോമൺവെൽത്തിൽ മെമ്പർഷിപ്പ് എടുത്തത്. പിന്നീട് 30 വർഷം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ്. എങ്കിലും ഇംഗ്ലണ്ടിന് നേരെ വിരൽ ചൂണ്ടുവാൻ അവർ ധൈര്യം കാണിച്ചു. 3 വർഷം മുമ്പ് വീണ്ടും കോമൺവെൽത്ത് മെമ്പർഷിപ്പിന് മാലദ്വീപ് അപേക്ഷിക്കുകയും അത് അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന സംഘടനയിലും മാലദ്വീപിന് മെമ്പർഷിപ്പുണ്ട്. ഐക്യരാഷ്ട്രസഭയിലാണെങ്കിൽ വോട്ടവകാശമുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മെമ്പറാണ് മാലദ്വീപ്. റഷ്യയും ഉക്രൈനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ റഷ്യയിലെ കോടീശ്വരന്മാർ പലരും ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ പലതരത്തിൽ ഇടപെടുകയും അന്താരാഷ്ട്ര കോടതികൾ അവരെ യുദ്ധക്കുറ്റവാളികളായി കണക്കാക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അവരിൽ പലരും മാലദ്വീപിലാണ് അഭയം തേടിയത്. അതിന് കാരണം അമേരിക്കയും മാലദ്വീപും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവരെ മാലദ്വീപിൽ നിന്ന് കൊണ്ടുപോകുവാൻ അമേരിക്ക വിചാരിച്ചാൽ പോലും സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അരനൂറ്റാണ്ട് മുമ്പ് വളരെ ദരിദ്രമായ ഒരു രാജ്യമായിരുന്നു മാലദ്വീപ്. ലക്ഷറി ടൂറിസം തുടങ്ങുവാനുള്ള അവരുടെ തീരുമാനം രാജ്യത്തെ സമ്പന്നവും സമൃദ്ധവുമാക്കി മാറ്റി. ഇസ്ലാം മത നിയമപ്രകാരം ബീച്ച് ടൂറിസം ഹറാമാണെങ്കിലും മാലദ്വീപുകാർ അത്ര കർക്കശമായ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമുള്ളവരല്ല. പണത്തിന് മീതെ പരുന്തും പറക്കില്ല, അതുകൊണ്ട് പണത്തിന് മീതെ മതത്തിന് സ്ഥാനമില്ല എന്നാണ് മാലദ്വീപുകാർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മാലദ്വീപിന്റെ വാർഷിക വരുമാനത്തിന്റെ 1/3 ഭാഗവും ടൂറിസം മേഖലയിൽ നിന്നാണ് വരുന്നത്. ഒരു വർഷം 20 ലക്ഷം ടൂറിസ്റ്റുകൾ മാലദ്വീപിൽ എത്തിച്ചേരുന്നുണ്ട്. 89 റിസോർട്ടുകൾ മാലദ്വീപിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടാക്കിയിട്ടുണ്ട്. മാലദ്വീപിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ലക്ഷദ്വീപിൽ സമാനമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ പദ്ധതിയിടുന്നുണ്ട്.
എങ്കിലും ലക്ഷദ്വീപ് നിവാസികൾക്ക് അവിടെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റി വളർന്നു വരുന്നത് ഇഷ്ടമാകണമെന്നില്ല. കുറെ കൂടി റിലീജിയസ് ആയ ആൾക്കാരാണ് ലക്ഷദ്വീപിൽ താമസിക്കുന്നത്. അതുകൊണ്ട് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കാൻ മാത്രം അവർ ആധുനികരായിട്ടില്ല. എങ്കിലും ലക്ഷദ്വീപ് നിവാസികളുടെ അനുവാദം ചോദിക്കാതെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന് അവിടെ ഒരു ടൂറിസം ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത് മാലദ്വീപിന് ഭീഷണിയാകുമോ എന്ന ചോദ്യം ഉയർന്നു വരും. മാലദ്വീപിലെ പല റിസോർട്ടുകളിലും ഒരു ദിവസം താമസിക്കാൻ 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ കൊടുക്കേണ്ടി വരും. എന്നാൽ ലക്ഷദ്വീപിൽ ആ നിലവാരത്തിലുള്ള റിസോർട്ടുകൾ ഉണ്ടാക്കിയാൽ ഇന്ത്യയിൽ നിന്നുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് അതിൽ വലിയ താല്പര്യം കാണുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് കുറെ കൂടി പകിട്ട് കുറഞ്ഞ ഒരു ദിവസത്തേക്ക് 10,000 രൂപ നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ലക്ഷദ്വീപിൽ ഉണ്ടാക്കാൻ സാധ്യത. എങ്കിൽ മാത്രമേ ഇന്ത്യക്കാർ ധാരാളമായി ലക്ഷദ്വീപിലെ ടൂറിസം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒറ്റയടിക്ക് മാലദ്വീപിന് ലക്ഷദ്വീപ് ടൂറിസം ഒരു ഭീഷണിയാവാൻ സാധ്യതയില്ല.